ഹായ് ഡിയേഴ്സ്, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഗ്രേ പാരറ്റ്സ് ആണ്. ഇവരിപ്പോൾ വീടിൻ്റെ ഉള്ളിലായിട്ട് ഒരു മാസമായി കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കമ്പ് കൂടിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ, അവറ്റങ്ങൾക്ക് കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലെങ്കിൽ ചെത്തിയുടെ കമ്പ്, പിന്നെ ഇവിടെ മുരിങ്ങയുണ്ട്. അപ്പോൾ മുരിങ്ങയുടെ കമ്പ് അങ്ങനെ മാറി മാറിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അവർക്ക് കടിച്ച് പറിക്കാനായിട്ട്. ഈ മുരിങ്ങയുടെ കമ്പിലാണെങ്കിൽ നന്നായി മൾട്ടി വിറ്റാമിൻസും അതുപോലെ തന്നെ കാൽസ്യം ഉള്ള കാരണം കൊണ്ട് നല്ലതാണ് ഇവർക്ക്, ഈ ബേഡ്സിന് ഹെൽത്തിയാണ് ആ കമ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്താണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണ കമ്പ്, ആ ഒരു തടി എന്ന് പറയുന്നത് ഒട്ടും വിഷാംശമില്ലാത്ത ഒരു ടൈപ്പ് ആയിരിക്കണം. അതായത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മരങ്ങളുടെ ആയിരിക്കണം കേട്ടോ. ചില മരങ്ങളുടെയൊക്കെ തടികളിൽ ചെറിയ രീതിയിൽ വിഷാംശം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും അങ്ങനത്തെ ഒന്നും ബേഡ്സിന് ഇട്ട് കൊടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ മാവ്, മുരിങ്ങ, ചെത്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയണ മരങ്ങൾ തന്നെയാണല്ലോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് ഈ ബേഡ്സിന് തന്നെ അതൊരു എക്സസൈസാണ്. ഇങ്ങനത്തെ കമ്പുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ നന്നായി എൻഗേജ്ഡ് ആവും. പിന്നെ അതൊരു എക്സസൈസാണ്, നല്ലതാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫീമെയിലാണ്. അതുതന്നെയാണ് നമ്മളെ കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്. മെയിൽ എപ്പോഴും അത് ഇങ്ങനെ ഒരറ്റത്തേക്ക് ഇങ്ങനെ നീങ്ങിയിരിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. നമ്മളവിടെ ഹോളിൽ ഉള്ള നേരത്ത് അങ്ങനെ ആ കമ്പുമെന്ന് താഴേക്ക് ഇറങ്ങാറില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്ക് താഴേക്ക് ഇറങ്ങും. എങ്കിലും അത് നമ്മളെ കാണുമ്പോൾ അതെപ്പോഴും ആ കമ്പുമ്മ കയറി ഇരിക്കാറ് കേട്ടോ. ഈ മാവിൻ്റെ കമ്പ് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും, ഇതിപ്പോൾ രാവിലെ ഒരു 11 മണി ആ ഒരു നേരത്ത് ഇട്ട് കൊടുത്തതാണ്. സന്ധ്യയൊക്കെ ആയപ്പോഴേക്കും ഇവർ കടിച്ച് അതിൻ്റെ ആ തൊലിയൊക്കെ പൊളിച്ച് ഒരു ചെറിയ കമ്പ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു വീഡിയോ ലാസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മെയിൽ എപ്പോഴും നമ്മൾ കൂടിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മെയിൽ വേഗം ലെഫ്റ്റിൽ പോയിരിക്കും കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ വേഗം അത് റൈറ്റ് സൈഡിൽ പോയിരിക്കും. അതിന് ഞങ്ങൾ കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അത്രയ്ക്കും ഇഷ്ടമില്ല. ഫീമെയിൽ നമ്മളെ കാണുമ്പോഴേക്കും വേഗം, ഇപ്പോൾ അതേ കണ്ടോ ഫീമെയിലാണ്. ഇതിപ്പോൾ ഞാൻ ഈ സൈഡിൽ ക്യാമറ പിടിച്ചപ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് വരാണ്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. മെയിൽ ഇങ്ങനെ അകന്നകന്ന് പോവുള്ളൂ. പിന്നെ ഈ ബേഡ്സ് കമ്പിയൊക്കെ അത്യാവശ്യം നന്നായി കടിച്ച് പറിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഈ കൂടിൻ്റെ. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയും കൂടിയാണ് ഇവിടെ ഇവരുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും അങ്ങോട്ട് കൊണ്ടിടും. ഇതിപ്പോൾ പുതിയത് വാങ്ങിയ കാരണം കൊണ്ട് ഒരു പരിചയത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒന്ന് ഇണക്കാവാൻ വേണ്ടിയിട്ടാണ്, ഈ ബേഡ്സൊക്കെ ഒന്ന് ഇണക്കാവാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ പല ബേഡ്സിൻ്റെയും വീഡിയോസ്, ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. ലാസ്റ്റ് ഭാഗത്താണ്, വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്താണ് ആ കമ്പ് നന്നായി കടിച്ച് പറിക്കണ ആ ഒരു ഭാഗമുള്ളത് കേട്ടോ.